പാലക്കാട്ട് വലിയ പ്രതിഷേധം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടഞ്ഞ് യൂത്ത് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായ KS അജയ് ഘോഷിനെ പരിഗണിക്കാത്തതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു. പ്രതിഷേധത്തിനിടെ രമേശ് പിഷാരടി ഇന്ന് മണ്ഡലത്തിലെത്തും. അതേസമയം ഒറ്റപ്പാലത്ത് സ്വയം UDF സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് PK ശശി ഫ്ലെക്സ് ബോർഡുകളും തയ്യാറാക്കി പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അതിനെതിരെ അവിടെ വലിയ അതൃപ്തി രൂപപ്പെട്ടു വരുന്നു എന്നത് മറ്റൊരു കഥ. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് നമ്മളോടൊപ്പം ചേരുകയാണ് പാലക്കാട് നിന്ന്. നോക്കാം പാലക്കാട്ടെ പുതിയ ചലനങ്ങൾ എന്തൊക്കെയാണെന്ന്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. പ്രതിഷേധം 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 എവിടെ നോക്കിയാലും കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പാലക്കാട്ട് യൂത്ത് കോൺഗ്രസ് ആണ് ഇപ്പോൾ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. അവരുടെ പ്രശ്നം എന്താണ്? മനു, വലിയ രാഷ്ട്രീയമായ ചില നിർണായക നീക്കങ്ങൾ ഇന്ന് നടക്കുന്ന ഏക ജില്ല പാലക്കാട് എന്ന് തന്നെ പറയേണ്ടി വരും. യൂത്ത് കോൺഗ്രസിൻ്റെത് മനു ചോദിച്ചത് പ്രകാരമാണെങ്കിൽ ഈ പാലക്കാട് ജില്ലയിൽ ആകെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിലാണല്ലോ. ഇവിടെ കഴിഞ്ഞ 2 തവണ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മത്സരിക്കുന്ന മുഴുവൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്മാരെന്നാണ് പാലക്കാടിലെ യൂത്ത് കോൺഗ്രസ് വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അതിനു മുമ്പ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. പിന്നീട് വന്ന മാങ്കൂട്ടവും അതേ സ്ഥാനം വഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം യൂത്ത് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. യൂത്ത് കോൺഗ്രസിന് വേണ്ടി KS അജയ് ഘോഷ് എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റിനെ മത്സരിപ്പിക്കണം എന്നാണ് പരസ്യമായി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, അതിപ്പോൾ ഇൻസ്റ്റ ആകട്ടെ ഫേസ്ബുക്ക് ആകട്ടെ റീലുകളിലൂടെയൊക്കെ അജയ് ഘോഷിന് വേണ്ടിയുള്ള വലിയ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഷാഫിയുടെ വിഭാഗമായിരുന്നു അജയ് ഘോഷ്. പക്ഷേ ഈ ഷാഫി ഇവിടെയുള്ള നേതാക്കന്മാരെയൊക്കെ മാറ്റി പുറത്തു നിന്ന് രമേശ് പിഷാരടിയെ കൊണ്ടുവരാൻ നീക്കം നടത്തിയപ്പോൾ തന്നെ ഈ യൂത്ത് കോൺഗ്രസ് വിഭാഗം ഇടയുകയും അവിടെ തന്നെ വലിയ വിള്ളലുകളൊക്കെ ഷാഫിക്കെതിരെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നൊരു മണ്ഡലമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ തർക്കം ഉണ്ടായിരിക്കുന്നത്. ആ തർക്കത്തിനിടയിലാണ് ഇന്ന് രമേശ് പിഷാരടി വരുന്നത്. എന്തായാലും പിഷാരടി വിഭാഗത്തോടൊപ്പം നേരത്തെ ഷാഫിക്കും രാഹുലിനും പിന്തുണ കൊടുത്തിരുന്ന പാലക്കാടിലെ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകില്ല എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മുന്നോട്ട് വരുന്നത്. ആ തർക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വൈകുന്നേരം 3 മണിക്ക് പിഷാരടി എത്തുമെന്നാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരാൾ പോലും അനുകൂലമായൊരു പോസ്റ്റർ പോലും ഈ ഇവിടുത്തെ പാലക്കാടിലെ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. കാരണം നമ്മൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മുതൽ ഈ പിഷാരടിയെ പ്രഖ്യാപിച്ചത് മുതൽ അവരുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പേജുകളൊക്കെ പരിശോധിക്കുക. പക്ഷേ ഒരാൾ പോലും അനുകൂലിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇട്ടില്ല എന്നതാണ് ഏറ്റവും വിരോധാഭാസം. ഷാഫി പറമ്പിൽ മാത്രം ഡൽഹിയിൽ നിന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ്, കാരണം അയാളുടെ സ്ഥാനാർത്ഥിയാണല്ലോ. അങ്ങനെ അവിടെ തർക്കം നടക്കും. പണ്ട് മാങ്കൂട്ട് തന്നെ ഇതുപോലെ സ്വാഗതം ചെയ്തുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടതാണ്. ആ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ എന്തായാലും നമുക്കറിയാമല്ലോ. അത് തന്നെയാണ് തീർച്ചയായും മനു, അത് തന്നെയാണ് ഒരു പ്രശ്നം. കാരണം ഷാഫി പറമ്പിൽ ഇങ്ങനെ സന്തോഷം ഞാനത് പറയാൻ കാരണം ഇന്നലെ ഷാഫി ഇട്ട പോസ്റ്റിന് താഴെ വന്ന മുഴുവൻ കമന്റുകളും ഇതായിരുന്നു. പണ്ട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ പാലക്കാടിനുള്ള ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. ആ ഗിഫ്റ്റ് ഈ നാട്ടിലെ മനുഷ്യരെ എത്രമാത്രം അപമാനിക്കുന്ന രീതിയിലായിപ്പോയി എന്നത് നിങ്ങൾ കണ്ടതാണല്ലോ എന്ന രീതിയിലായിരുന്നു എല്ലാ കമന്റുകളും വന്നത്. ഒരു കമന്റ് പോലും അനുകൂലിച്ച് വരുന്നത് കണ്ടില്ല. ഷാഫിയൊക്കെ എത്തി നിൽക്കുന്ന ഒരു ഗതികേടാണ് ഞാൻ പറഞ്ഞത്. മനു, അത് വളരെ നിർണായകമാണ്. കാരണം അത്തരം ഒരു പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നത് തന്നെ ഇവിടെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ്. കാരണം ഈ മണ്ണാർക്കാടും പാലക്കാടുമാണല്ലോ UDFനുള്ളത്. മണ്ണാർക്കാട് എന്തായാലും ലീഗ് കൊണ്ടുപോയി, അതും മലപ്പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് വരുന്നത്. അതിൽ മുസ്ലിം ലീഗിന് പാലക്കാട് ജില്ലാ നേതൃത്വത്തിന് എതിർപ്പുണ്ട്. ഇപ്പോൾ തന്നെ പലരും അത് വരുന്നു. പക്ഷേ ഇനി പാലക്കാട് എത്തുമ്പോഴും പാലക്കാട് നിയോജക മണ്ഡലത്തിലും അതേ സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് അതിവിചിത്രമാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പ്രകാരമാണെങ്കിൽ 2ാം സ്ഥാനത്താണ് LDF. ആകെ ഒരു 8,000 വോട്ടിന് മാത്രമാണ്, 8,000-7,000 വോട്ടിൻ്റെ മുൻതൂക്കമാണ് UDFനുള്ളത്. അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു വിള്ളലും തർക്കങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ പാലക്കാട് നിയോജക മണ്ഡലം നമ്മൾ ഇനി വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു മണ്ഡലം കൂടിയായി മാറുകയാണ്. കാരണം ഇവിടെ മത്സരിക്കാൻ ഇപ്പോൾ നമ്മൾ ലഭ്യമായിരിക്കുന്ന വിവരപ്രകാരമാണെങ്കിൽ LDFൻ്റെ സ്ഥാനാർത്ഥി തന്നെയാണ് ഈ മണ്ഡലക്കാരൻ. പക്ഷെ ബാക്കി വരുന്ന പിഷാരടി ആകട്ടെ അത് കോൺഗ്രസിലുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് ശോഭയ്ക്കാകട്ടെ ജില്ലയിൽ നിന്ന് പുറത്തുള്ള അങ്ങനെ വലിയ എതിർപ്പുകൾ തന്നെ കാണിക്കുന്നു. അതിൽ പിഷാരടിക്കെതിരെയാണ് ഇത്ര ശക്തമായി കോൺഗ്രസിനുള്ളിൽ. കാരണം അവർ ജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ടാണ് ആ തർക്കം നമ്മൾ സസൂക്ഷ്മമായി നോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോഴൊക്കെ കൂടെ ആരുണ്ട് എന്നൊക്കെ നോക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ട് ഇവിടെ വരുമ്പോൾ ഒപ്പമുണ്ട യൂത്ത് കോൺഗ്രസ്സുകാർ പോലും ഈ രമേശ് പിഷാരടിക്കൊപ്പം ഉണ്ടാകുമോ എന്നൊരു സംശയം പോലും ഇപ്പോഴുണ്ട്. മനു, ഓക്കെ സന്തോഷം.